നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ഉണ്ടല്ലോ ജെ4ഇ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് എല്ലാവരുടെയും കണ്ണിന് കുളിർമ നൽകുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലേ, അത്രയ്ക്ക് ഭംഗിയുണ്ട്. അത് ഞാൻ കണ്ടിട്ട് എനിക്ക് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വന്നൊരു വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കാണാം അല്ലേ. അങ്ങനെ നമ്മൾ വന്നിരിക്കുന്നത് എവിടെയാണെന്ന് കൂടെ പറയാം കേട്ടോ. അതായത് നമ്മൾ കമ്മന ലിറ്റിൽ ഫ്ലവർ ചർച്ചിൽ. അപ്പോൾ ഇതുവഴി ഇങ്ങനെ പാസ് ചെയ്ത് പോയപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഇത്രയും നല്ലൊരു പൂന്തോട്ടം കണ്ടത്. അപ്പോൾ നമ്മളിവിടുന്ന് ഫാദറോട് അനുവാദം മേടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഒന്ന് പൂക്കളേക്ക് ഒന്ന് കാണിച്ചു തരാം. അങ്ങനെയുണ്ടല്ലോ നമ്മുടെ ഈ ഒരു ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കുറച്ച് റോസസും അതുപോലെ തന്നെ നമ്മുടെ കതിർ സെലേഷ്യയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കതിർ സെലേഷ്യയൊക്കെ നമ്മളിങ്ങനെ കൊടുക്കുന്ന സമയത്ത് പലരും ചോദിക്കാറുണ്ട്, ഇതിലിങ്ങനെ നിറച്ച് പൂവിടുമെന്നു. ഇതാ പൂവിടും എന്നുള്ളൊരു ഉദാഹരണമാണ് കേട്ടോ കാണിച്ചു തന്നേക്കുന്നത്. കുറേ നട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവർ. അപ്പോൾ ഒന്ന് കാണിച്ചു തരാവേ. എന്ത് ഭംഗിയാണെന്നറിയാം കാണാനായിട്ട്. ഇത് നമ്മുടെ സെലേഷ്യ കതിരാണ് കേട്ടോ. ഇത് രസമാണ് നോക്കി നട്ട് വെച്ചേക്കണത് കാണാനായിട്ട്. ഇത് നമ്മളോടൊരു പള്ളിയിൽ വന്നപ്പോൾ ആ പള്ളിയിലെ മുറ്റത്ത് നട്ട് വെച്ചേക്കണതാണ്. ഇതുപോലെ നമ്മുടെ സെലേഷ്യ ചെടി കണ്ടല്ലോ, ഇത്രയ്ക്കും ഭംഗിയായിട്ട് ഇതിന് പൂക്കളുണ്ടാവും കേട്ടോ. നോക്കി നല്ല സൺലൈറ്റ് ഉള്ളിടത്ത് വേണം നട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഭംഗിയിൽ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന ഈ ചെടിയുടെ വിത്ത് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഏറ്റവും പുതിയതാണ്. അപ്പോൾ ആവശ്യമുള്ളവർ ഈ വീഡിയോ കാണുന്നതോടൊപ്പം വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഈ ഒരു വീഡിയോയിലുണ്ടല്ലോ മറ്റു തരത്തിലുള്ള അധികം പൂച്ചെടികളൊന്നുമില്ല. പക്ഷേ ഈ ഒരു ചെടിയാണെങ്കിൽ തന്നെ ഉണ്ടല്ലോ ഭയങ്കര കളർഫുള്ളാണ്. അപ്പോൾ നമ്മുടെ കണ്ണിനിങ്ങനെ നല്ല കുളിർമ നൽകുന്നൊരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, അപ്പോൾ ഇതെനിക്ക് ഇതിൻ്റെ പൂക്കളെ ഇങ്ങനെ എത്ര എടുത്തിട്ടും എനിക്ക് മതിയാകുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് തന്നെ കൂടുതലും എടുത്തിട്ടുള്ളത്. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു കതിർ സെലേഷ്യയിൽ പൂട്ട് നിൽക്കുന്ന കാണാനായിട്ട്? നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഫാദറാണ് കേട്ടോ ഇതെല്ലാം നട്ടുപിടിപ്പിച്ച് ഇത്രയും നല്ല ഭംഗിയാക്കി ഈ ചെടികളെ ഇങ്ങനെ നിർത്തിയാറുണ്ട്. ഇനി ഇവിടെ കുറച്ച് റോസ് നട്ടിട്ടുണ്ട്. അപ്പോൾ അത് ആ നട്ടതിൻ്റെ ആ ഒരു പ്രത്യേകതയും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇതൊരു ഭംഗിയല്ലേ കാണാനായിട്ട്. ഇങ്ങനെ നമ്മൾ നേരിട്ട് വന്ന് കാണണം ഇതിൻ്റെ യഥാർത്ഥ ഭംഗി അറിയണമെങ്കിൽ. അങ്ങനെയുണ്ടല്ലോ നമ്മുടെ ഈ ചെടികൾ ഇത്ര നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് ഫാദർ കൊടുക്കുന്ന ഒരു വളർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം ചാണകപ്പൊടി ചോടിളക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നു കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഫാദർക്ക് വീഡിയോയിലേക്ക് വരാനായിട്ട് ചെറിയൊരു മടിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നിർത്താത്തത്. പിന്നെ അത് മാത്രമല്ല ഇവിടെ ഇങ്ങനെ നല്ല റോസ് ഉണ്ടല്ലോ നട്ട് വെച്ചേക്കുന്നത് ഒരു പ്രത്യേക രീതിയാണ്. അത് ഞാൻ കാണിച്ചു തരാം. അതായത് നമുക്ക് റോസൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ഐഡിയയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നിലനിർത്താൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. ഇവിടെ റോസ് നട്ടേക്കണത് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണ് നട്ട് വെച്ചേക്കണത്. പിന്നെ ഈ റോസ് നട്ടേക്കണ ആ ഒരു രീതി ഉണ്ടോ, ഒരു ഏകദേശം ഒരു പ്ലെയിൻ സ്ഥലത്ത് കവുങ്ങ് വെച്ചിട്ട് കള്ളി തിരിച്ചു, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതാ ഒരു റോസ് ഇങ്ങനെ ഓരോരോ റോസ് നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അത്യാവശ്യം നല്ലോണം ചൂട് വകഞ്ഞ് വളമിട്ട് കൊടുക്കാനുള്ള എല്ലാ സ്പേസും ഉണ്ട്. അപ്പോൾ ഈ നട്ടേക്കണ രീതികൾ വളരെ എന്താ പറയുക, നമുക്ക് തുച്ഛമായ രീതിയിൽ നമ്മുടെ പറമ്പിലെ കവുങ്ങ് കൊണ്ടൊക്കെ നമ്മൾ ചെയ്യുന്ന രീതിയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇതുപോലെ നമുക്ക് റോസിനൊരു കോമ്പൗണ്ട് സൃഷ്ടിച്ചെടുക്കാമെന്ന് എനിക്ക് മനസ്സിലായി. സ്ഥലമുള്ളവരുണ്ടല്ലോ എന്തായാലും നമ്മുടെ റോസൊക്കെ ഇതുപോലെ നമ്മൾ മണ്ണിൽ നടുവാണെങ്കിൽ അതിന് മണ്ണിൽ നിന്നും കിട്ടേണ്ട എല്ലാ ന്യൂട്രിയൻസും കിട്ടി ആ ചെടികൾ വളർന്നോളും. പിന്നെ നമ്മൾ കുറച്ച് ചാണകപ്പൊടിയോ വല്ല കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചതൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതൊക്കെ നോക്കി എന്ത് ഭംഗിയായിട്ടാണ് നോക്കി. ആ ഓരോ റോസിൻ്റെ വലിപ്പം കണ്ടോ, അത്ര നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ടേ. ഇത് കണ്ടോ, ഈ റോസ് ചെടി നട്ടതിൻ്റെ ബോർഡറായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ കതിർ സെലേഷ്യ നട്ട് കൊടുത്തേക്കണത്. നോക്കി എന്ത് ഭംഗിയാന്ന് കണ്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ഓരോ ഐഡിയകളും നമ്മൾ കാണിച്ചു തരുമ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കൂ കേട്ടോ. എന്തായാലും നല്ലൊരു ഐഡിയ ആണ്. അതുപോലെയുണ്ടല്ലോ നമ്മുടെ ഒരു ഫാദർ നല്ലൊരു കർഷകനും കൂടിയാണ്. അതായത് കർഷക അവാർഡൊക്കെ ലഭിച്ചിട്ടുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പം നോക്കി മുറ്റത്ത് നല്ല മാവൊക്കെ നട്ട് എല്ലാം നല്ല പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. വന്നപ്പോൾ ഉണ്ടല്ലോ ഞാൻ കണ്ട ഒരു കാഴ്ച എന്ന് വെച്ചാൽ നമ്മുടെ ഈ കതിർ സെലേഷ്യ ഉണ്ടല്ലോ അവിടെ ഗ്രൗണ്ടിൽ നല്ലോണം മണ്ണിൽ നട്ടിട്ടുണ്ട്.
ഇവിടെ ഇത് പോട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോട്ടിൽ സെറ്റ് ചെയ്തതിന് എന്താ പറയുക, നമ്മൾ കൊടുക്കുന്ന കൈവളം കിട്ടുമ്പം അതിൻ്റെ ആ ഒരു വളർച്ച കണ്ടോ, അത്ര അങ്ങോട്ട് പോരാ കേട്ടോ. പക്ഷെ നിലത്ത് നട്ടപ്പോൾ കണ്ടോ ആ ചെടികളും തമ്മിലുള്ളൊരു മാറ്റം കണ്ടോ. ചെടികൾക്ക് അതിൻ്റെ ആ ലീഫിനൊന്നും അത്ര ഒരു കരുത്തില്ലാതെ നിൽക്കുന്നത് കണ്ടില്ലേ. അങ്ങനെ പൂക്കളെയൊക്കെ കണ്ടങ്ങ് വന്നപ്പോൾ ഉണ്ടല്ലോ, ആ ഒരു എന്താ പറയുക, ആ ഒരു കോമ്പൗണ്ടിൻ്റെ ചുറ്റും നിറച്ച് പച്ചക്കറികളും കൂടെ നട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടേതായ ആവശ്യങ്ങൾക്ക് നമുക്ക് സ്വന്തം പോയി പറിച്ചെടുക്കാമല്ലോ. ഇത് കണ്ടോ, നല്ല പച്ചമുളകൊക്കെ നട്ട് എല്ലാം അതിനുവേണ്ടി തന്നെ ഒരു സ്ഥലം തിരിച്ചിട്ടാട്ടോ പച്ചമുളകൊക്കെ നട്ടേക്കണത്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. എന്നുവെച്ചാൽ ഇത്രയും നല്ല ഭംഗിയുള്ള പൂക്കളെയൊക്കെ കാണിച്ച് തന്നിട്ട് അല്ലേ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഫാദർ ഒത്തിരി കഷ്ടപ്പെട്ട് നട്ട് വളർത്തിയതാണ്. അപ്പം ഇനിയും ഇത് നല്ല രീതിയിൽ ഫാദർക്ക് ചെയ്യാനുള്ളൊരു പ്രചോദനം കൂടിയാണ് കേട്ടോ നമ്മുടെ ഓരോരുത്തരുടെയും കമൻറ്റുകൾ. അപ്പോൾ എല്ലാവരും എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അതുപോലെ ഈ ഒരു ഐഡിയയിലൊക്കെ എല്ലാവരും ചെയ്ത് നോക്കൂ കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഇനി നമുക്ക് നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. ബൈ.